എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ദുആ ചെയ്തു. മഹാനവറുകൾക്ക് തൃപ്തി അല്ലെങ്കിലും ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊക്കെ അവരെ ദുആ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മംഗലാപുരം ജമിയത്തുൽ കീഴിൽ വലിയൊരു ഗ്രാൻഡ് മൗലൂദ് സദസ്സും അതുപോലെ തന്നെ സമസ്തയുടെ പ്രചരണം ഉണ്ടായിരുന്നു. അതിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിലായിരുന്നു അത് നടന്നത്. ആ മൗലൂദിൻ്റെ സദസ്സിൽ വെച്ച് ഏകദേശം 2-3 ദിവസമായിട്ട് നമ്മുടെ സമസ്തയുടെ കേന്ദ്ര മുഷാവറംഗമായ ബഹുമാനപ്പെട്ട മായി മുസ്ലിയാർ വളരെ പ്രയാസത്തിൽ കിടക്കുകയാണ്. ആ വേദിയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ദുആ ചെയ്യുമ്പോൾ ഞാൻ സൂചിപ്പിച്ചു, ഇങ്ങനെ ബഹുമാനപ്പെട്ട മായിൻ ഉസ്താദ് സുഖമില്ലാതെ കിടക്കുകയാണ്, ഒന്ന് ദുആ ചെയ്യണമെന്ന്. ആ വേദിയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ മലയാള ഭാഷയിൽ അവിടെ വെച്ച് ദുആ ചെയ്തു. ഒരു 5 മിനിറ്റ് ആയിട്ടില്ല, അപ്പോഴേക്ക് തന്നെ ബഹുമാനപ്പെട്ട മായിൻ ഉസ്താദിൻ്റെ ശിഷ്യൻ ആദം ദാരിമി ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ മൂപ്പര സുഖവിവരം അറിഞ്ഞുകൊണ്ട് അന്വേഷിച്ചുകൊണ്ടുണ്ട്, ഇവിടെ പരിപാടി നടക്കുന്ന കാര്യമൊന്നും അവരറിയുന്നില്ല, പറഞ്ഞ കൂട്ടത്തിൽ 3 ദിവസമായി കണ്ണു തുറക്കാതെ കിടക്കുന്നത് കൊണ്ട് പെടുന്നിനെ കണ്ണു തുറന്ന് ഒരാശ്വാസം കണ്ടപ്പോൾ പെടുന്നിന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ ഉസ്താദ് കണ്ണു തുറന്നിട്ടുണ്ട്, കുറച്ച് സമാധാനം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞതാ ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദുൽ ഉലമ ഇവിടുത്തെ മൗലൂദിൽ വെച്ച് ദുആ ചെയ്തിരുന്നു. മഹാനവറുകൾ ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ, 5 മിനിറ്റ് തെച്ചു ആയിട്ടില്ല എന്ന് പറയുണ്ടായി. അള്ളാഹു താല അവരുടെയും നമ്മുടെ ഒക്കെ ദുആ അള്ളാഹു താല കബൂൽ ചെയ്യുമാറാവട്ടെ. അവിടുന്ന് ഇങ്ങോട്ട് വാസ്തവത്തിൽ ഉസ്താദിനെ മംഗലാപുരത്തെ കൊണ്ടുപോയി, അങ്ങനെ കൊണ്ടാൻ തോന്നുകയാണല്ലോ, അങ്ങനെ കൊണ്ടുപോയി ഇപ്പോൾ മംഗലാപുരം ഹോസ്പിറ്റലിൽ വെച്ച് കുറച്ച് സംസാരിക്കാൻ തുടങ്ങി. വളരെ സീരിയസ് ആയി ഉണ്ടായ ആ ഒരു മനുഷ്യൻ കുറച്ച് സംസാരിക്കാൻ തുടങ്ങി. ആ രൂപത്തിലേക്ക് ഇങ്ങനെ വരികയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ ആ മജ്ലിസിന്റെ ദുആ എന്നാണ് ഞങ്ങളെല്ലാവരുടെയും വിശ്വാസം. മാഷാ അല്ലാഹ് ഇവിടെയും നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തു. എന്ത് മഹാനവറുകൾക്ക് വല്ല പ്രയാസമാണ്, കാരണം ഒരുപാട് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റുമാരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്നതും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. എല്ലാ മേഖലകളും മാത്രമല്ല, നമ്മുടെ ഇതുപോലുള്ള മലയോര മേഖല അടക്കമുള്ള എല്ലാ മേഖലകളിലേക്കും ബഹുമാനപ്പെട്ടവർ തന്നെ വരണമെന്നാണ് എല്ലാവരുടെ ആഗ്രഹവും. ഒരു പരിധി വരെ എത്തുന്നുണ്ട്. പക്ഷേ നമ്മൾക്കൊക്കെ തോന്നാം മൂപ്പര് വലിയ സ്പീഡ് കാണിക്കുന്ന മറ്റൊക്കെ എന്ന് പറഞ്ഞാൽ അത് ആ കൃത്യസമയത്ത് എത്താനുള്ള ഒരു കർക്കശമായ തീരുമാനമാണ്. ഞാൻ രാഷ്ട്രീയം പറയല്ല, നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ചെറുക്കുള്ള അബ്ദുള്ള സാഹിബ് അങ്ങനെയായിരുന്നു. ഏത് പരിപാടിക്കും പറഞ്ഞതിനേക്കാൾ 5 മിനിറ്റ് മുമ്പ് അവിടെ എത്തി ആ കാര്യങ്ങൾ നിർവഹിക്കും. അവിടെ ആളുണ്ടോ ആളില്ലേ, കൂടിയോ കുറഞ്ഞോ യാതൊരു നോട്ടവും ഉണ്ടാവില്ല എന്നതുപോലെ ഇവിടെ 5 മണിക്ക് പരിപാടിക്ക് എത്തേണ്ട ബഹുമാനപ്പെട്ടവർ 4:30 മണിക്ക് തന്നെ നമ്മുടെ നാട്ടിലേക്ക് എത്തി. വേറെ ആവശ്യങ്ങളില്ലാഞ്ഞിട്ടല്ല, ഒരുപാട് ആവശ്യങ്ങൾ. അപ്പോൾ തന്നെ അവിടത്തേക്ക് വേറെ ആൾ ക്ഷണിക്കാൻ വേണ്ടി വരുന്നു. ദർസിന്റെ കാര്യം പറഞ്ഞാൽ ദർസിന്റെ അങ്ങോട്ടും ചെയ്തിട്ട് നോക്കാമെന്ന് പറഞ്ഞേക്കുന്നു. അങ്ങനെ ദർസും അതുപോലെ തന്നെ 2-3 കോളേജും ഒരുപാട് സ്ഥലത്ത് പ്രിൻസിപ്പളും ഒരുപാട് മാലിന്യത്തിൽ കാളിയും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജിഹയായ സുപ്രഭാതം. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട സമസ്തയുടെ 100ാം വാർഷികം ഫെബ്രുവരി 4 മുതൽ 8, 4, 5, 6, 7 തീയതികളിൽ കുണിയിൽ നടക്കുന്നു. അത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സമ്മേളനമാണ്. ആ സമ്മേളനത്തിന് പ്രചരണത്തിന് വേണ്ടി ഗൾഫിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഓടിയെത്തണം. മാത്രമല്ല, ഡിസംബർ 19-ാം തീയതി മുതൽ ഡിസംബർ 29-ാം തീയതി വരെ കന്യാകുമാരി മംഗലാപുരത്തേക്ക് ഒരു യാത്ര. എല്ലായിടത്തും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ വേണമെന്നാണ് നിർബന്ധം. ഇങ്ങനെ ഒരു എന്തെന്നില്ലാത്ത രൂപത്തിലോട് നടക്കിയ നമ്മളെല്ലാവരും വേണ്ടത് മഹാനവറുകളുടെ ദീർഘായുസിന് വേണ്ടിയിട്ടുള്ള ദുആയും ആഫിയത്തിന് വേണ്ടിയുള്ള ദുആയുമാണ്. അല്ലാഹു തആല മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്തു കൊടുക്കുമാറാവട്ടെ. എല്ലാ ശത്രുക്കളുടെ എല്ലാ ഷർറിനെ തൊട്ട് അള്ളാഹു നമ്മളൊക്കെ അള്ളാഹു കാത്ത് സലാമത്തിലാക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് ഇവിടെ SVS അതുപോലെ തന്നെ SKSF ശംസുൽ ഉലമ ഇസ്ലാമിക് സെന്ററിന്റെ കീഴിൽ